എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് അടിപൊളിയൊരു റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഇടികല്ലിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കി കളയണ്ട. അപ്പോൾ വളരെ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു കല്ലുകൊണ്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കുകയും ചെയ്യേണ്ട, അപ്പോൾ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം വയ്ക്കുക, ചൂടാക്കുക. ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. നന്നായി ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കുക. അപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഒന്ന് കനം കുറച്ചിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നന്നായിട്ടൊന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ചെറിയുള്ളി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഈ ചെറിയുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ സവാളയെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 സ്പൂൺ വീതമാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഈ പൊടിയുടെ പച്ചമുളകൊന്ന് ആറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പെട്ടെന്ന് പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉണക്കച്ചെമ്മീനും ചെറിയുള്ളിയെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. ഒത്തിരി വേവൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആ നനവൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെമ്മീൻ്റെയൊക്കെ ആ ഒരു വെള്ളാംശമൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പീരയാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പീരയിലേക്ക് പ്രത്യേകം ഒന്നും ചേർക്കണ്ട, നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. ഒത്തിരി ചേർക്കണ്ട, പിന്നെ അത് ചെമ്മീൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി ഈ തേങ്ങാപ്പീര ഇട്ട് ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യേണ്ട. തേങ്ങാപ്പീര ആ മസാലയായിട്ടൊന്ന് യോജിച്ച് കളറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് കുക്ക് ചെയ്യേണ്ട. ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയും കൂടെയാണിത്. എപ്പോഴും നമ്മൾ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കാറ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ്റെ റെസിപ്പിയാണ്. ഇനി ഉണക്കച്ചെമ്മീനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.